ദൈവസഭയുടെ മുഖമുദ്ര എന്ന് പറയുന്ന വിശുദ്ധിയും വേർപാടുമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു, ഇന്ന് പാത്തിരിപ്പ് യോഗമാണ് ഉള്ളത്. അതുപോരാ, നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കണം. ഇതുപോലെ വാഗ്ദത്തം ചെയ്യുന്ന ആരുണ്ട്? നിങ്ങൾ പ്രവചിക്കുമെന്ന്, നിങ്ങൾ ദർശനം കാണാൻ പോവാ. എന്തുവാ? വരാൻ പോകുന്ന ഭൂകമ്പം, കേരളത്തെ നടുക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവാ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടും. പ്രളയത്തിൽ 4 ഗ്രാമങ്ങൾ ഒലിച്ചു പോകും കേരളത്തിൽ നിന്ന്. വലിയ സംഭവങ്ങൾ നമ്മുടെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. കടലിനടിയിൽ സുനാമി ഉണ്ടാകും, കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടാകും. വലിയ ആഡംബര കപ്പലുകളെ അത് മറിച്ചു കളയും. വലിയ വലിയ ശൃംഗാര ഗോപുരങ്ങളും ആഡംബര ബിൽഡിങ്ങുകളും ഇടിഞ്ഞു വീഴാൻ പോവാ. നീ ഒരുങ്ങിക്കോണം. ദൈവം കൈനീട്ടി തന്ന ദാനങ്ങളിൽ ആശ്രയിച്ച് അക്കരെ നാടിനെ കുറിച്ചുള്ള ദർശനത്തിന് ഭംഗം വരരുത്, ദർശനം നഷ്ടപ്പെടരുത്, ദർശനത്തിന് അനുസരണക്കേട് കാണിക്കരുത്. ദൈവത്തിനായി ജീവിക്കണം. ദൈവത്തെ കൊണ്ട് ജീവിക്കരുത്, ദൈവത്തിനായി. അരച്ചാൻ വയറിന് വേണ്ടി യേശുവിന്റെ ചോര വിൽക്കരുത്. സുവിശേഷമല്ലാതൊരു മാധ്യമം കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഉത്തരേന്ത്യയിൽ ഒരു സ്കൂൾ വെക്കണം, ഗുജറാത്തിൽ ഒരു ഓർഫനേജ് പണിയണം, ബീഹാറിൽ ഒരു ബൈബിൾ സ്കൂൾ പണിയണം. ഒരു വൃദ്ധസദനം നമുക്ക് ആവശ്യമാണ്. പറഞ്ഞോ? അപ്പൊ നിങ്ങൾ കാണാൻ പോവാ. സ്കൂളും വിട്ട് അവൻ ഓടാൻ പോവാ ഇങ്ങോട്ട്. സ്കൂളുകളില്ലാതെ, സ്ഥലം കിട്ടാതെ, കയ്യിൽ കിട്ടിയാൽ ഭാഗ്യമെന്ന് പ്രാർത്ഥിച്ചോണം. അതാ ഭക്തൻ എഴുതിയ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും ആ വേല ഇവിടെ നടക്കില്ല. ഏത് കച്ചവടം നടത്തിക്കോ, കമ്മീഷൻ വാങ്ങിച്ചോ, പക്ഷെ വേദപുസ്തകം വിറ്റ് കമ്മീഷൻ വാങ്ങരുത്. നീ തമ്പാറ് വിറ്റ് കാശാക്കിക്കോ, പാട്ടുപുസ്തകം വിറ്റോ, വേദപുസ്തകം വിറ്റ് കാശാക്കിയാൽ അവന്റെ ഒരു തലമുറ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. ദൈവം അവനെ പിടിച്ചിരിക്കും. നീ വളരെ സൂക്ഷിച്ചോണം. ഈ ദിവസങ്ങളിൽ സ്വസ്ഥത വേണ്ട. ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിക്കോ. പകലുള്ളിടത്തോളം നിങ്ങൾ അയച്ചവന്റെ വേല ചെയ്യണം. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. ആ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുകയാ. ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുക, ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് ഹോട്ടലിൽ പാത്രം കഴുകുക, ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് KSRTCയുടെ ബസ് കണ്ടക്ടറായി മാറുക. പാടില്ല, ദുരന്തം. ഏറ്റവും മാന്യതയുള്ള ജോലി എന്തുവാ? സുവിശേഷ വേലയാ. അല്ലാതെ BDS പഠിച്ച് ഒരിക്കലും പല്ല് തേക്കാത്തവന്റെ വായിലോട്ട് കൈയിടുന്നതാണോ നല്ല ജോലി? അല്ല. ഏറ്റവും നല്ല ജോലി സുവിശേഷ വേലയാ. പക്ഷെ ആർക്കും തിരഞ്ഞെടുക്കാൻ വയ്യ. ഇത് നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം, യേശുവിന് വേണ്ടി ഒന്ന് സംസാരിക്കാം. ഈ അവസാന മണിക്കൂറിൽ ഇറങ്ങിയാലും ന്യായമായത് കർത്താവ് നിനക്ക് തരും. യേശുവിനായി ജീവിക്കണം, യേശുവിനെ കൊണ്ട് ജീവിക്കരുത്. എന്ത് മിഷൻ പ്രവർത്തനം നടന്നാലും ആ പൈസ കൊണ്ട് പുട്ടടിക്കരുത്. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. ഗ്രഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്.